മറ്റൊരു സഹോദരൻ്റെ ചോദ്യമാണ്. സഹോദരൻ ചോദിക്കുന്നത്, ഭാര്യയ്ക്ക് എന്ത് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുത്താലും അവൾക്ക് കുറ്റം മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്താണ് അതിനൊരു പരിഹാരം എന്നുള്ളതാണ്. എന്ത് ചെയ്തെടുത്താലും കുറ്റമാണ് അവൾ പറയാം. ഒരു നന്മയുള്ള മറുപടി ഇതൊന്നും അയാൾക്ക് കിട്ടൂല. അപ്പോൾ അവളെ എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എല്ലാ സഹോദരിമാർക്കും എല്ലാ മനുഷ്യരെയും പോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചില ഡിഫക്റ്റുകളുണ്ടാവും, തകരാറുകളുണ്ടാവും. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ചില ന്യൂനതകൾ അവർക്കുണ്ടെങ്കിൽ അതിനെയെല്ലാം കവച്ചു വയ്ക്കുന്ന ചില ഗുണങ്ങൾ അവരിലുണ്ടാവും. ന്യൂനതകൾ മനസ്സിലാകുക നമ്മളൊപ്പം ജീവിക്കുമ്പോഴാണ്. നിങ്ങളുടെ വൈഫിന് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുമല്ലോ. എന്നാൽ അവളുടെ ഗുണങ്ങൾ മറ്റൊരു ഭാര്യയ്ക്കും ഒരു സ്ത്രീക്കും ഇല്ലാത്ത എത്രയോ വലിയ ഗുണങ്ങൾ അവർക്കുണ്ടാവും. ആ ഗുണങ്ങൾ മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വേർപിരിയണം. മനസ്സിലായില്ലേ? അവൾ ചെയ്തു തന്നിരുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതാവണം. ഉദാഹരണം, അവർ കുട്ടികളെ നന്നായി നോക്കിയിരുന്നു. അപ്പോൾ ആ കുട്ടികളെ നോക്കാൻ ഇന്ന് അവളില്ല. അപ്പോഴാണ് അവൾ ചെയ്തിരുന്ന സേവനത്തിൻ്റെ മഹത്വം മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ചില തകരാറുണ്ട്, എന്നാൽ അതോടൊപ്പം എന്താണ്? നന്മകളുണ്ട്. ധാരാളം നന്മകൾ അവരിലുണ്ട് എന്നെന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പിന്നെ ഞാൻ ആലോചിക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, എന്ത് ചെയ്തു കൊടുത്തിട്ടും അവളെ ഭാഗത്തുനിന്ന് ഒരനുകൂലാവസ്ഥ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു 100% ശരിയായി മനസ്സിലാക്കാൻ എനിക്ക് ചില പ്രയാസങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ തെറി വിളിക്കുന്നു, വളരെ മോശം വാക്കുപയോഗിക്കുന്നു, എന്നെ അടിക്കാൻ വരുന്നു. അപ്പോൾ ഇത് ഇയാൾ എന്നോട് പല തവണകളായി വിളിച്ച് പറയണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ചെയ്യുമോ? എന്നാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? അവർ വിളിച്ച് കേട്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ഒരു ശാരീരിക ബന്ധത്തിന് അവളെ ഉപയോഗിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു ഭാര്യ എന്ന യാതൊരുവിധ പരിഗണനകളും നൽകുന്നില്ലെന്ന് മാത്രമല്ല, മുഴുവൻ സമയവും അശ്ലീല വീഡിയോസ് കണ്ട് ഗെയിം കളിച്ച് വീട്ടിൽ നിന്ന് എവിടെയും പോവാതെ ഇരിക്കുന്ന ഒരു ഉപകാരവുമില്ലാത്ത ഒരു വ്യക്തി. അപ്പോൾ സഹികെട്ട് ഏതോ ഒരു തവണ അവരങ്ങനെ എന്തോ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനവരൊരിക്കലും നിഷേധിക്കുന്നില്ല, അതവർ പറയുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മുടെ സമീപനങ്ങളിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് എന്ത് ചെയ്യണം? കൂട്ടത്തിൽ പരിശോധിക്കണം. അവർക്ക് തകരാറില്ല എന്ന് പറയാനല്ലത്. അപ്പോൾ നല്ല സ്നേഹപരമായ പെരുമാറ്റവും നമ്മൾ അവരുടെ സംരക്ഷണമൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത്, നമ്മളെ സ്നേഹിച്ച്, നമ്മുടെ താല്പര്യങ്ങൾ പരിഗണിച്ചിട്ടേ മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ നിർലോഭമായി സംരക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും നമ്മുടെ ഒരു ബഹുമാനം ഉണ്ടാവും. നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് ബഹുമാനമില്ലേ? നമുക്ക് ജോലി തരുന്ന ബോസിനോട് നമുക്കൊരു ബഹുമാനമില്ലേ? അപ്പോൾ അദ്ദേഹം അവരെ യഥാവിധി സ്നേഹിച്ച് സംരക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അയാൾക്ക് അവർ കീഴ്പ്പെടും, അനുസരിക്കും, മുന്നോട്ട് പോകും. അപ്പോൾ നമുക്കിതിന് ഉത്തരം പറയണമെങ്കിൽ എന്ത് വേണം? പിന്നെ സഹോദരിയോട് നമുക്ക് പറയാനുള്ളത് എന്താണ്? സ്വന്തം ഭർത്താവ് എല്ലാം ചെയ്തു തന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാളെ അനുസരിക്കാൻ അവൾക്ക് ബാധ്യതയുണ്ട്. അവളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ തന്നെ ഗുരുതരമായ തെറ്റാണ്. നാളെ പരലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് അത് കാരണമായി തീരുന്നുള്ളതാണ്.